പ്രൈസ് ദി ലോർഡ്. ABR ചാനൽ നന്നായി പോകുന്നതിൽ സന്തോഷമുണ്ട്. ടോമി സുഭാസിൻ്റെ ഒരു ലേഖനം എടുത്തേച്ച് അതിന് മറുപടി കൊടുക്കണമെന്നുണ്ട് പറഞ്ഞല്ലോ. അവരാരും മറുപടി അർഹിക്കുന്നവരല്ല. കാരണം ഇവർ ഏത് ഗ്രൂപ്പിൽ പെട്ടതാണെന്ന് ഇവർക്ക് തന്നെ അറിയാൻ മേല. എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു 7ാം ക്ലാസ് മുതൽ സനലിൻ്റെ വീട്ടിൽ ഞാൻ കൂടെ പോയി. സനലിൻ്റെ പിതാവിനോടും അമ്മയോടുമൊക്കെ അവരുടെ സഹോദരിയോടുമൊക്കെ ഉള്ള ആ ബന്ധം എന്നെ ഇടകാലത്ത് നിരീശ്വരവാദി യുക്തിവാദി. ഞാൻ 3 വയസ്സ് മുതൽ ബൈബിള് കേൾക്കുകയും സൺഡേ സ്കൂളും പഠിച്ച് അത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ CMS കോളേജ് ഹൈസ്കൂളിൽ നടക്കുമ്പോൾ ബൈബിൾ മുഴുവൻ പഠിച്ചിറങ്ങുന്നത്. എന്നിട്ടും ഇടമുറി വേണ്ട എനിക്ക് അനേക ചോദ്യങ്ങളുണ്ടായി. അവർ ഇടമറുക്ക് ചോദിച്ചതാണ്. ആ ചോദ്യത്തിനൊക്കെ മറുപടി ഇവർക്കാർക്കും പറയാൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് ഞാനും സ്കെപ്റ്റിക്കായി. നന്നായിട്ട് പിന്നെ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് കുറേ ഞാൻ ഇതിൽ പഠിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ ഇടമറുകർ പറഞ്ഞത് റാഷണലിസം അതുപോലെ തന്നെ എത്തിസം, ഇത് രണ്ടും പറയായിരുന്നു പുള്ളി. റാഷണലിസം പറയുന്നത് ആ യുക്തിവാദം, യുക്തിവാദം എന്ന വാക്കിൻ്റെ അർത്ഥം കാര്യകാരണ സഹിതം എന്നാ. അത് ഈ പറഞ്ഞ ടോമി സുഭാസ് ഇവർക്ക് ആർക്കും ഇതിൻ്റെ അർത്ഥമൊന്നും അറിയാൻ വരാം. ഇതേമാതിരി രവീന്ദ്രനുണ്ട്. രവീന്ദ്രൻ കാന്റീൻ കാലത്ത് ഞങ്ങൾ ഒരു ഡൽഹിക്ക് തീർത്ത് വിട്ടുകളഞ്ഞ് മാറ്റികളാണ്. അതുപോലെ തന്നെ കലാനാഥൻ വാഗത്താനം രാജഗോപാലൻ ഇപ്പം പുള്ളി മിണ്ടത്ത് കല്യാണത്തിനോട് ഒത്തിരി എഴുത്തയച്ചത് ഇവർക്കൊന്നും മറുപടിയില്ല. ഇതിനൊന്നും സനലിനും മറുപടിയില്ല. കാരണം റാഷണലിസം എന്ന് പറഞ്ഞാൽ കാര്യകാരണ സഹിതം പറയുന്നു. ലോകത്തിൽ ഓൺലി വൺ ബുക്ക്, ദാറ്റ്സ് ബൈബിൾ. ദൈവം എന്ന് പറഞ്ഞാൽ ബൈബിൾ. കാരണം ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം സംസാരിച്ച വചനം, ദ ടോക്കിംഗ് ലാംഗ്വേജ്, അതാ ബൈബിൾ. അതിന് അക്ഷരപ്രകാരം അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് വന്നാണ് യേശുക്രിസ്തു വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പം ഞാൻ കോട്ടയത്ത് പഠിക്കുമ്പോഴത്തേക്ക് CMS കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് മുതൽ ബൈബിൾ നന്നായിട്ട് പഠിപ്പിച്ചിറങ്ങുക. കുമ്മനം രാജശേഖരനുണ്ട്, സുരേഷ് കുറുപ്പുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇവർക്കെല്ലാം ബൈബിൾ നന്നായിട്ടറിയാം. പക്ഷേ ഇവർക്കാർക്കും ഉണ്ടെങ്കിൽ പക്ഷേ ഇതിൻ്റെ ബൈബിളിൻ്റെ പിന്നിലേക്ക് തട്ടിപ്പ ഈ പണമുണ്ടാക്കി കിടക്കുന്ന ആരും ഇതിന് കാശുണ്ടാക്കി ഉപയോഗിക്കുന്നുള്ളതല്ലാതെ ഇതിൻ്റെ യാഥാർത്ഥ്യം വളരെ തുച്ഛം ആൾക്കാരെ പറയാറുള്ളൂ. അങ്ങനെ ഞാൻ ഇടയ്ക്കാലം നിരീശ്വരവാദം യുക്തിവാദം അങ്ങനെയാണ്. കാരണം ഇതിൻ്റെ വലിയ തട്ടിപ്പ് നടക്കുന്നത് ഇത് യാഥാർത്ഥ്യമാണ്. എന്നാൽ എൻ്റെ മറുവശത്ത് ഇടമറുക് തന്നെ, അതായത് സനൽ ഇടമറിൻ്റെ പിതാവ് തന്നെ എന്നോട് പറഞ്ഞത് അത് മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ മതം ഇല്ലോജിക്കൽ, ദൈവത്തെക്കുറിച്ചാണ് മതം എന്ന് പറയുന്നത്. അത് ഇല്ലോജിക്കൽ ഇവർ ഫാക്ട്സ് മുഴുവൻ. അപ്പം മതഗ്രന്ഥങ്ങളിലെ ഇല്ലോജിക്കൽ ഫാക്ട്സ് കണ്ടിരിക്കുക. രാമായണവും ഭാഗവതവും ഖുർആനും ഇന്ത്യൻ ഫിലോസഫി, യൂറോപ്യൻ ഫിലോസഫി എല്ലാം വായിച്ച് പഠിച്ച് ബൈബിൾ ഓൾറെഡി പഠിക്കുമെങ്കിൽ വീണ്ടും ഞാൻ ബൈബിൾ വായിച്ചു. ലേറ്റർ ഓൺ ഐ അണ്ടർസ്റ്റുഡ് ബൈബിൾ മതഗ്രന്ഥമല്ല, ബൈബിൾ നിയമമാണ്. നിയമത്തിന് എന്ത് വേണം? തെളിവ് വേണം. ഇന്ന് ലോകത്തിൽ കിടക്കുന്ന വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ, ദ ലാംഗ്വേജസ്, ഈ ലോകത്തുള്ള ലാംഗ്വേജസിൻ്റെ മുഴുവൻ മിക്കവാറും ഇന്ത്യയിലെ ലാംഗ്വേജിൽ ഹിന്ദി ഉൾപ്പെടെയുള്ള ലാംഗ്വേജസ്, മലയാളം ഉൾപ്പെടെയുള്ള ലാംഗ്വേജിൽ പറയില്ല മിഷണറിമാരാ. ഹിന്ദി ലാംഗ്വേജിൽ ആൽഫബറ്റ്സ് ഉണ്ടാക്കിയത് മിഷണറിമാരാ. അത് നന്നായിട്ട് അറിയാം. ഇത് IT വേൾഡ്, ഇത് കമ്പ്യൂട്ടർ എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ യുക്തിവാദികൾ എന്ന് പറയുന്നവർ ശരിക്കും പറഞ്ഞാൽ മണ്ടന്മാരവർ. അവർക്ക് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം അറിയാൻ മേല. അവർ ഉപയോഗിക്കുന്നതൊക്കെ എവിടുന്ന് ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടർ എന്ന വാക്കിൻ്റെ അർത്ഥം വാട്ട് ദ മീനിങ് ഓഫ് കമ്പ്യൂട്ടർ അതുപോലെ അറിയത്തില്ല ഇവർക്കാർക്കും. അന്വേഷിക്കുക. അതിൽ പറഞ്ഞ ബൈബിൾ പറഞ്ഞ അന്വേഷിപ്പിൻ കണ്ടെത്തും. യേശുക്രിസ്തു പറഞ്ഞ് എവിടെയാണ്? യഹോവയുടെ പുസ്തകത്തിൽ. അത് ബൈബിളിലുള്ളതാ. ബൈബിളിൽ പറയാത്ത ഒരു കാര്യം ഇവിടെ ഈ ഭൂമിയിൽ ആർക്കും പറയാനൊക്കത്തില്ലെന്ന് ഈ മണ്ടന്മാർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് തന്നെ ഇവരോട് പറഞ്ഞത്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെന്നും കൂടിയാണ്. മാത്രമല്ല പിന്നെ പറഞ്ഞു, തിരുവെഴുത്തുകളെ തിരിച്ചറിയണത് ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നുന്നാണ്. ഒരു ദൈവം ഇതിൽ ശിഷ്യനായി തീരുമ്പോൾ ദൈവം അവൻ്റെ ബുദ്ധി ഓപ്പൺ ചെയ്യും. കാരണം കമ്പ്യൂട്ടറൈസ്. ദിസ് ഈസ് വാട്ട് ദ ബൈബിൾ ഈസ്. അത് ABR ചാനലിൽ അതിൻ്റെ എഡിറ്റർ എബ്രഹാം C. പീറ്റർ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ആകെ ചെറിയൊരു സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കോട്ടയത്ത് ജനിച്ചു വളർന്നതുകൊണ്ട് എനിക്കിത് ആധികാരികമായിട്ട് പറയാം. കാരണം ഞാൻ ഇവിടെയുള്ള സകല മതഗ്രന്ഥങ്ങളും
അത് നിരീശ്വരവാദി, യുക്തിവാദി, ഇവിടെയുള്ള അറിയപ്പെടുന്ന നിരീശ്വരവാദി, യുക്തിവാദി എൻ്റെ കൂട്ടുകാരാ, എൻ്റെ സ്നേഹിതന്മാരാ. ആദ്യകാലത്ത് ഞാൻ രാഷ്ട്രീയക്കാരനാന്ന് അമ്പലത്തിലും പള്ളിയിലും ഹോസ്റ്റലിലും ഇരിക്കുന്ന സ്ഥാപനം ചെയ്യുന്ന വസ്തുക്കൾ രാഷ്ട്ര നിർമ്മാണത്തിന് സർക്കാർ ഇട്ടിരുന്നു, പബ്ലിക്ക് പ്രസംഗിക്കുമായിരുന്നു. ഇന്നും അഭിപ്രായത്തിൽ അതൊന്നുമില്ല. കാരണം ദൈവത്തിന് പറ്റില്ല തട്ടി മുഴുവൻ. അത് കത്തോലിക്കാനും എന്തിക്കോസിലും തന്നെയാണ്. ഇതൊരു ജീവനോപാധിയായി തട്ടിപ്പിൻ്റെ ഒരു മാർഗരേഖയായി മാറി. കാരണം സകല ലോകം ദുഷ്ടൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിള് പറയുന്നത്. അപ്പം അതിൽ നിന്ന് പക്ഷേ അതിന് അന്വേഷിപ്പിൻ കണ്ടെത്തും. വാട്ട് യു വോണ്ട് ടു നോ, നിനക്ക് എന്താ അറിയേണ്ടത് അത് എവിടെയാണ് അന്വേഷിക്കണം. 1ാം ക്ലാസ്സിൽ പഠിക്കാതെ 2ാം ക്ലാസ്സിൽ പഠിക്കാൻ മനസ്സിലാകത്തില്ല. അതുപോലെ ഈ നിരീശ്വരവാദികൾ, യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ ഇവർ മണ്ടന്മാരാണ്. സ്തോത്രം. ഇവർക്കെന്ത് കാരണം ഇവർ ഒരു ഏറിയ ഇതിൻ്റെ ആൾക്കാർ ആരും ബൈബിൾ വായിച്ചിട്ടില്ല. അവരവിടെയും കെട്ടി ഇവിടെയും കൊട്ടത്താ പഠിക്കുന്നല്ലാതെ വാട്ട് ബൈബിൾ സേസ് അതിനകത്തൊന്നും അവർക്ക് തങ്കടോ ഇല്ല, ചങ്കുറ്റോ ഇല്ല. മാത്രമല്ല ഞാൻ അയച്ച മറുപടിക്കൊന്നും ഇവരാരും മറുപടി പറയേണ്ടില്ല. അവസാനം എന്നോട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന എൻ്റെ വലിയൊരു പ്രകടനമുള്ളത് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുകയായിരുന്നു. പ്രൈസലോൺ. കാരണം ദേ അണ്ടർസ്റ്റുഡ് ദിസ് IT വേൾഡ്, ഇൻഫർമേഷൻ ടെക്നോളജി ലോകമാണ്, ആരും കളിപ്പിക്കാനൊക്കത്തില്ല. ബൈബിൾ ഈസ് ദ ഓൺലി ട്രൂ റാഷണൽ ഹിസ്റ്ററി ബുക്ക് ഇൻ ദ വേൾഡ്. ലോകത്തിൽ ഒരേ ഒരു ബുക്ക് കാര്യകാരണ സഹിതം പറയുന്ന ചരിത്ര പുസ്തകം, പ്രീ റിട്ടൺ ഹിസ്റ്ററിയും കൂടിയാണ് ബൈബിള്. ബൈബിളിൽ കൂടി പറയുന്നതല്ലാതെ ലോകത്തിൽ മുമ്പോട്ട് പോകാനൊക്കത്തില്ല. ഇതിൻ്റെ ദൈവം സൃഷ്ടിച്ച ഭൂമി അതെ പാരിശൂന്യമായതിൽ വീണ്ടും അത് ക്രമീകരിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന അതിൻ്റെ പേരെ വീണ്ടെടുപ്പ് എന്നാണ് പറഞ്ഞത്. അവിടെ വരെയുള്ള കാര്യങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ആദിയിൽ തുടങ്ങിയത് വെളിപ്പാട് പുസ്തകത്തിലും തീർക്കും ആദ്യനും അന്തിരുവാണ്. യേശു ക്രിസ്തു അത് എഴുതിയ വചനം, അതിൻ്റെ അക്ഷരം വചനം യേശു ക്രിസ്തു ജഡമായി വന്ന് ആ ക്രമീകരിച്ച ശേഷം ക്ലോസ് ചെയ്യപ്പെടുത്തിയ പിന്നെ കാലം തീർന്നു. അത് കാലം എന്ന് പറഞ്ഞാൽ കാലൻ്റെ നാളുകൾ. ഇത് കാലനായതില്ല, കാലം എന്ന് പറഞ്ഞാൽ കാലൻ്റെ നാളുകൾ, പിശാചിൻ്റെ നാളുകൾ. അത് ക്ലോസ് ചെയ്ത് പിന്നെ നിത്യതയാ. ദൈവം വിളിച്ചുവാ. ഈ ഇരുട്ട് വരുമ്പോഴാ ഇരുട്ടും വിളിച്ച് മാറി വരുമ്പോഴത്തേക്ക് ടൈം ഉണ്ടാകുന്നു. അതാ ഹിസ്റ്ററി. അല്ലെങ്കിൽ ടൈം അതിന് മുമ്പിന് ഹിസ്റ്ററി ഇല്ല, നോ ഹിസ്റ്ററി. അതിന് ആബ്സല്യൂട്ട് ഹിസ്റ്ററി ഇല്ല. ഉൽപ്പത്തി പുസ്തകം 1:1 മുമ്പ് അനാദിയിൽ, വെളിപ്പാട് പുസ്തകം 22 അവസാനം അന്ത്യൻ, അതിനുശേഷം തന്നെ നിത്യതയാ. ഒന്ന് പിശാചിന് അതിൻ്റെ കൂട്ടർ കൊടുക്കുന്ന നിത്യാഗ്നി, അത് സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും, അത് നിത്യതയാ. അവിടെ പിന്നെ ആഴത്തിൻ്റെ ഇരുളായി കിടന്നു, അവിടെ നിത്യതയായിരുന്നു. അവിടെ വെളിച്ചമാണ് ടൈം ഉണ്ടായത്. അത് ദൈവം ക്രമീകരിച്ചെടുക്കുന്ന സമയത്തിന് പറയുന്ന പേരാ. ദിസ് വാട്ട് ദ ബൈബിൾ ഈസ്. ഇതൊന്നും പറയാതെ ചുമ്മാ ഇതൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. ഈ മണ്ടന്മാർക്ക് എങ്ങനെയാണ് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് 5ാം ക്ലാസ്സിലെ കാര്യം പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ കാര്യം പറഞ്ഞാൽ നല്ല മനസ്സിലാവും. അതിൻ്റെ 10ാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടിയോട് ഡിഗ്രി ലെവലിൽ പറഞ്ഞാൽ മനസ്സിലാവും. MSc-കാരനെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രനിൽ പോകുന്ന ഒരു ശാസ്ത്രജ്ഞന് പറഞ്ഞല്ലോ മനസ്സിലാവുമോ? ഡെഡിക്കേറ്റ് ഓൺ ദാറ്റ്. അതിൻ്റെ ബുദ്ധിയെ തുറക്കണം, ദൈവത്തിൽ ഏൽപ്പിച്ചു വിടണം. കർത്താവിൻ്റെ വരവ് അത് ഒന്ന് വേണം ചോദിക്കട്ടോ. യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് ഏറ്റവും വലുത് BC AD. ഹൗ യു ആർ റൈറ്റിംഗ് ദ ഡേറ്റ്? നീ തീയതി ഇടുന്ന 2024 സെപ്റ്റംബർ എന്ന് പറഞ്ഞ് നടത്തേണ്ടതാണ്. യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് ഭൂമിയുടെ മനുഷ്യൻ്റെ ക്രമീകരണം നടത്തി പോയിട്ട് 2024 വർഷമായിരുന്നു. അതിൻ്റെ അർത്ഥം AD 12 അത് ദൈവത്തിന് കൃപാടമാണ് അവസരം കിട്ടുക. ഇഫ് യു ക്യാൻ ആക്സെപ്റ്റ് ദാറ്റ് ഓർ യു ക്യാൻ ഗോ ടു ദി ഹെൽ. പിശാചിൻ്റെ കൂട്ടർ നിത്യാഗ്നിയിലേക്ക് പോകാൻ, നരകത്തിലേക്ക് പോകാൻ. അപ്പം എല്ലാവരും പറയും ദൈവത്തിന് വരുന്നുണ്ട് സമയം. ഇപ്പം എന്നാ പിശാചിന് ഇഷ്ടം പോലെ നടന്നു, ഒരു കുഴപ്പമില്ല. പിശാചിനെ എടുക്കാൻ വിശ്വസിക്കാം. ചോസൻ ഇപ്പം സെലക്ഷൻ ഉണ്ട്. എന്നാൽ ഇതിൻ്റെ ക്രമീകരണം കഴിഞ്ഞാൽ പിന്നെയുണ്ടല്ലോ, പിശാചിനെ നരകത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ ഒന്നുമില്ല. അവൻ്റെ അവിടെ അയ്യമ്പിളി മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് നിത്യത. അത് മനുഷ്യൻ ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും പ്രത്യാശയും എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ദിസ് എ റിയാലിറ്റി. ഇത് പറയണമെങ്കിൽ ദൈവത്തിന് ബുദ്ധി ഉറങ്ങണം. നമ്മുടെ കർത്താവ് വരാറായി. അതിനുവേണ്ടി എൻ്റെ പൊന്നുള്ളവർ, യു ക്യാൻ ആസ്ക് വൺ ബൈ വൺ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞ് ഏത് ബ്ലണ്ടൻ ചോദ്യങ്ങളോട് ചോദിക്കാം. ഐ ക്യാൻ ആൻസർ ഇറ്റ് ഫ്രം ദ ബൈബിൾ. കാരണം അതാ അന്വേഷിപ്പിനുണ്ടത് കമ്പ്യൂട്ടർ എന്ന വാക്കിൻ്റെ അർത്ഥമാണ്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് ബൈബിളിൻ്റെ ഉത്തരം യു ക്യാൻ ആസ്ക്. എൻ്റെ പേര് പാസ്റ്റർ ജോസ് പീറ്റർ. എൻ്റെ ഫോൺ നമ്പർ 9037528165.
ആ നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ നിങ്ങളുടെ ഓരോ ചോദ്യങ്ങൾക്കും ഹല്ലേലൂയ പറയാം. എന്നെ ബിറ്റ്സിൻ്റെ അല്ല, വിദ്യാഭ്യാസം ഉള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇവരാരും വിദ്യാഭ്യാസം എന്ന് പറയുന്ന പുസ്തകം ഓരോ ഡിഗ്രി അവിടെ നിന്ന് എങ്ങനെയൊക്കെ അറിയത്തില്ല. ഇവർ പഠിച്ചിട്ടൊന്നും അല്ല, ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തതാ. ശ്രദ്ധിക്കാൻ അത് അയ്യോ ബുദ്ധിനെ പ്രവാചകന്മാർ പറഞ്ഞില്ല, മന്ദബുദ്ധികളേ എന്ന് ദൈവം വിളിക്കുന്ന കേട്ട് അതേ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ അർത്ഥേ അല്ലെങ്കിൽ നിത്യ നരകത്തിലേക്ക് പോകാൻ ഇടയാകരുത്. നമ്മുടെ കർത്താവ് വരുന്നു. മറനാഥ. ആമേൻ.